പാർട്ട് 1 ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ബാബ ഓർ ബാബ കി ഛടി എന്ന കവിതയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കവിത രചിച്ചിട്ടുള്ളത് ഗുൽസാർ സാബാണ്. ബാബ ഓർ ബാബ കി ഛടി എന്ന് വെച്ചാൽ ഇവിടെ ബാബ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പ്രായം ചെന്ന വ്യക്തിനെയാണ്, ഒരു വൃദ്ധനും അദ്ദേഹത്തിന്റെ ഛടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വാക്കിംഗ് സ്റ്റിക്ക്, ഊന്നുവടി എന്ന് പറയാം നമുക്ക്. ഇങ്ങനെ ചിലർ വടി കുത്തി നടക്കുന്നത് കണ്ടിട്ടില്ലേ, സപ്പോർട്ടിന് വേണ്ടിയിട്ട് പ്രായമായവരൊക്കെ. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന ആ വടീനെയാണ് ഛടി എന്ന് പറയുന്നത്. അപ്പോൾ ഗുൽസാർ സാബാണ് ഈ ഒരു കവിത രചിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി കവിതയിലോട്ട് കടക്കാം. साथ साथ चलते हैं दोनों बाबा और बाबा की छड़ी. സാത്ത് സാത്ത് ചലത്തെ ഹെ എന്ന് വെച്ചാൽ ഒപ്പമാണ് ഇവർ നടക്കുന്നത്, ഒന്നിച്ചാണ് ഇവർ നടക്കുന്നത്. ഹെ ദോനോ രണ്ടുപേരും ഒന്നിച്ചാണ് നടക്കുന്നത്. ബാബ ഓർ ബാബ കി ഛടി ആരൊക്കെയാണ് ഒന്നിച്ച് നടക്കുന്നത്? ബാബയും ബാബയുടെ ഊന്നുവടിയും. പെഹലെ വോ കഹത്താ ഹെ ചൽ ചൽ ബാഹർ ചലത്തെ ഹെ और उठा लेता है छड़ी को बिस्तर पर जो लेटी हुई थी. അപ്പോൾ പെഹലെ വോ കഹത്താ ഹെ ചൽ, ആദ്യം ആ വ്യക്തി അദ്ദേഹം പറയും ചൽ പോകാം എന്ന്. ചൽ ബാഹർ ചലത്തെ ഹെ, വാ നമുക്ക് പുറത്ത് പോകാമെന്ന്. ബാഹർ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? പുറത്ത്. ഓർ ഉഠാ ലേത്താ ഹെ ഛടി കോ, എന്നിട്ട് ഉഠാ ലേന എന്താണ്? എടുക്കുക. എന്നിട്ട് ആ ഒരു ഛടി, ആ ഊന്നുവടി എടുക്കും. ബിസ്തർ പർ ജോ ലേറ്റി ഹുയി थी, ബിസ്തർ എന്ന് വെച്ചാൽ കിടക്ക, കിടക്കയിൽ കിടന്നുകൊണ്ടിരുന്ന ആ വടി എടുത്തിട്ട് ഈ ബാബ എന്ത് പറയും? പുറത്തു പോവാം നമുക്കെന്ന്, വാ നമുക്ക് പുറത്തു പോവാം എന്ന് പറയും. ബിസ്തർ എന്ന് പറഞ്ഞാൽ കിടക്ക, ലേറ്റി ഹുയി थी എന്ന് വെച്ചാൽ കിടന്നിരുന്ന. फिर वो उसका हाथ पकड़े बाहर लाती है. അപ്പോൾ ഈ വടി എന്താണ് ചെയ്യുന്നത്? ഈ ബാബയുടെ ഹാത്ത് പക്കടെ, കൈ പിടിച്ചുകൊണ്ട് ബാഹർ ലാത്തി ഹെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. സാത്ത് സാത്ത് ചലത്തെ ഹെ ദോനോ ബാബ ഓർ ബാബ കി ഛടി, രണ്ടുപേരും ഒപ്പമാണ് നടക്കുന്നത്. ആരൊക്കെയാണ്? ബാബയും ബാബയുടെ ഊന്നുവടിയും ഛടിയും എന്നാണ് പറയുന്നത്. ഛടി ബഗാ ദേത്തി ഹെ കോയി ഗലി കാ കുത്ത ഭോക്കെ തോ. അപ്പോൾ ഗലി കാ കുത്ത, അവർ നടക്കുന്ന ആ സ്ട്രീറ്റിലെ ഏതെങ്കിലും നായ്ക്കള് ഭോക്കെന്ന് വെച്ചാൽ, ഭോക്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ കുരയ്ക്കുക. അപ്പോൾ ഏതെങ്കിലും നായ്ക്കള് കുരച്ചാല് ഛടി ഭഗാ ദേത്തി ഹെ, ആ വടി എന്ത് ചെയ്യും? അവരെ ഓടിച്ചു വിടും. ഭഗാ ദേനാന്ന് വെച്ചാൽ ഓടിച്ചു വിടുക, തുരത്തി വിടുക. ബാഗ് തലക് ജാത്തെ ഹെ ദോനോ, എന്നിട്ട് ബാഗ് തലക് എന്ന് വെച്ചാൽ, ബാഗ് എന്ന് പറഞ്ഞ ഗാർഡൻ, ആ ഗാർഡന്റെ അടുത്തേക്ക്, ഗാർഡൻ വരെ പോകും രണ്ടുപേരും. थक जाए तो बाबा अक्सर छड़ी पे माथा टेक के बेंच पे बैठ भी जाता है. थक जाए तो, ക്ഷീണിച്ചാല് ബാബ എന്ത് ചെയ്യും? അക്സർ, ബാബ പലപ്പോഴും. ഛടി പേ മാഥ ടേക്ക്, മാഥ ടേക്നാന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഛടി, അതായത് ആ ഒരു വടി ഉണ്ടല്ലോ, ആ വടിയുടെ മുകളിലായിട്ട് തന്റെ നെറ്റി ഇങ്ങനെ വെച്ച് സപ്പോർട്ട് ചെയ്തിട്ട് ബെഞ്ച് പേ ബാറ്റ് ബി ജാത്താ ഹെ, ബെഞ്ചിലിരിക്കും. ആ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പേജ് നമ്പർ 37 കൊടുത്തിട്ടുണ്ട് ആ പിക്ചർ. ബാബ ഈ വടിയിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇരിക്കുന്നത് കണ്ടോ? സപ്പോർട്ട്, അതായത് നെറ്റി വടിയിൽ വെച്ച് സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടോ ബെഞ്ചില്? ഇതാണ് ആ വരികളിൽ പറയുന്നത്. അപ്പൊ എന്താണ്? ക്ഷീണിതനായ ബാബ എന്ത് ചെയ്യും? പലപ്പോഴും ഈ വടിയിൽ സപ്പോർട്ട് കൊടുത്തിട്ട് ബെഞ്ചിലിരിക്കും. छड़ी ही उठकर कभी कभी बाबा को दिखाती है नया नया जो बौर आया है नए नए पेड़ों पर. അപ്പോൾ ഛടി തന്നെയാണ് ഉട്കർ, എഴുന്നേറ്റിട്ട്, കബി കബി ബാബാക്കോ ദിഖാത്തി ഹെ, പലപ്പോഴും ബാബയെ കാണിക്കുന്നത്. നയാ നയാ ജോ ബോർ ആയാ ഹെ, പുതിയ പുതിയ മാമ്പൂക്കൾ വന്നിട്ടുള്ളത്. ബോർ എന്ന് വെച്ചാൽ മാമ്പൂവ്. നയെ നയെ പേടോപ്പർ, പുതിയ പുതിയ മരങ്ങളില്. एक कदम जब वो चलती है एक कदम वो चलता है ബാബ ഓർ ബാബ കി ഛടി. അപ്പോൾ ഈ ഛടി ഒരു അടി മുന്നോട്ട് വെക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ചുവട് വെക്കുന്ന സമയത്ത് ബാബയും അതോടൊപ്പം തന്നെ ഒരു ചുവട് മുന്നോട്ട് വെക്കുമെന്നാണ് പറയുന്നത്. കദം എന്ന് വെച്ചാൽ ഒരു അടി മുന്നോട്ട് നടക്കുക, അല്ലെങ്കിൽ ഒരു ചുവട് വെക്കുക എന്ന് പറയുന്നത്. दोनों में से कोई अकेला चल नहीं सकता, हाथ अगर छूटे तो दोनों गिर पड़ते हैं. അപ്പോൾ അതിൽ രണ്ട് പേരിൽ ആർക്കും ഒറ്റയ്ക്ക് നടക്കാനായിട്ട് കഴിയില്ല. ദോനോ മേസെ കോയി എന്ന് വെച്ചാൽ രണ്ടിൽ ഒരാൾക്ക് പോലും അക്കേല ചൽ നെഹി സക്ത, ഒറ്റയ്ക്ക് നടക്കാനായിട്ട് പറ്റില്ല. ഹാത്ത് അഗർ ഛൂട്ടേ തോ ദോനോ ഗിർ പടുത്തേ ഹെ, ഹാത്ത് ഛൂട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ വിട്ടുപോയി കഴിഞ്ഞാൽ രണ്ടുപേരും വീഴും. ഇപ്പോൾ ആ വടീനെ നമുക്ക് വെറുതെ ഇങ്ങനെ വെക്കാൻ പറ്റില്ലല്ലോ, ആരെങ്കിലും അത് പിടിക്കണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ചാരി വെക്കണം. അതേപോലെ തന്നെ ബാബയ്ക്കും ആ സപ്പോർട്ട് ഇല്ലാതെ നടക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ഇവർ രണ്ടുപേരിനെയും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല
എന്ന്. സെപ്പറേറ്റ് ചെയ്ത രണ്ടുപേർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അവരെപ്പോഴും ഒന്നിച്ചാണ് നടക്കുന്നത്. ഏക് ജവാൻ ഏക് ബൂഢാ ഹെ ബാബ ഓർ ബാബ കി ഛടി. ഏക് ജവാൻ എന്ന് വെച്ചാൽ ഒരാള് യങ് ആണ്, യുവത്വം നിറഞ്ഞതാണ്. അതായത് ഈ വടിക്ക് ഈ പ്രായം ചെന്ന ഈ ഒരു ബാബേനെ സപ്പോർട്ട് ചെയ്യാനുള്ള ശക്തി ഉണ്ട്. ഏക് ബൂഢാ ഹെ, ഒന്ന് ശക്തിയുള്ള ഒരു യുവത്വം നിറഞ്ഞ ഒന്നാണ്. അത് ആരാണ്? വടിയാണ്. ഏക് ബൂഢാ ഹെ, ഒന്ന് വൃദ്ധനാണ്. ബാബ ഓർ ബാബ കി ഛടി. ആരൊക്കെയാണ്? ആരെ കുറിച്ചിട്ടാണ് പറയുന്നത്? ബാബയെയും ബാബയുടെ ഛടിയെ കുറിച്ചിട്ടുമാണ് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഈ ഒരു കവിതയിൽ പറയാനായിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ കവിതയുടെ പോയിറ്റ് ഉണ്ടല്ലോ, ഗുൽസാർ സാഹബ്. ഗുൽസാർ സാഹബ് ഒരു ഫേമസ് ആയിട്ടുള്ള ലിറിസിസ്റ്റ് ആണ്. ഹിന്ദി മൂവീസിലൊക്കെ ഒരുപാട് സോങ്സ് എഴുതിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രൊഫൈല് നോക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രൊഫൈലാണ് ഇത് കേട്ടോ. അപ്പൊ ഇതാരും വായിച്ചു നോക്കാനായിട്ട് മറക്കരുത്, പഠിക്കാനായിട്ട് മറക്കരുത്. गुलजार का जन्म पंजाब के झेलम जिले के दीना गांव में 18 अगस्त 1934 को हुआ था. അപ്പോൾ ഗുൽസാർ ജി ജനിച്ചത് പഞ്ചാബിലെ झेलम ജില്ലയിലെ 18 ഓഗസ്റ്റ് 1934 दीना എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ്. ഓക്കെ. गुलजार नाम से प्रसिद्ध संपूर्ण सिंह हिंदी फिल्मों के प्रसिद्ध गीतकार है. സമ്പൂർണ്ണ സിംഗ് എന്നാണ് അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര്. ഗുൽസാർ എന്നുള്ളത് അദ്ദേഹത്തിന്റെ പെൻ നെയിം ആണ്. ഗുൽസാർ എന്നുള്ള പേര് ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് എന്താണ്? സമ്പൂർണ്ണ സിംഗ് എന്നാണ്. ഹിന്ദി ഫിൽമോക്ക് പ്രസിദ്ധ ഗീത്കാർ ഹെ, അതായത് ഹിന്ദി ഫിലിം ഇൻഡസ്ട്രിയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗാനരചയിതാവാണ്. ഗീത്കാർ എന്ന് വെച്ചാൽ ഗാനരചയിതാവ്, ലിറിസിസ്റ്റ് ആണ്. इसके अतिरिक्त आप कवि, पटकथाकार, फिल्म निदेशक, नाटककार तथा പ്രസിദ്ധ ഷായർ ബി ഹെ. ഇനി ഇത് കൂടാതെ, ഇസ്കെ അതിരിക്ത് എന്ന് പറഞ്ഞാൽ ഇത് കൂടാതെ അദ്ദേഹം വേറെ എന്തൊക്കെയാണ് രചിച്ചിരുന്നത്? അദ്ദേഹം കവി എന്ന നിലയിലും, പട്കഥാക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള നിലയിലും, ഫിലിം നിർദ്ദേശക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലിം ഡയറക്ടർ എന്നുള്ള നിലയിലും, നാടകക്കാർ അതായത് നാടകരംഗത്തും അദ്ദേഹം പ്രസിദ്ധനായിരുന്നു. അതുകൂടാതെ തന്നെ അദ്ദേഹം ഷായർ കൂടിയായിരുന്നു. ഷായർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറുദുവിലെ കവിതേനെ പറയുന്നതാണ് ഷായർ എന്നുള്ളത്. ഷേറു ഷായറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാഞ്ച് തന്നെ ഉണ്ട്. അപ്പം അങ്ങനെ ഷായറികളും രചിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം. ഉൻകി രചനായെ മുഖ്യതഃ ഹിന്ദി, ഉറുദു തഥാ പഞ്ചാബി മേ ഹെ. അപ്പോൾ അദ്ദേഹം 3 ഭാഷയിലാണ് മെയിൻ ആയിട്ട് രചിച്ചിട്ടുള്ളത്. ഹിന്ദിയില്, ഉറുദുവില്, അതേപോലെ തന്നെ പഞ്ചാബിയില്. वे वर्ष 2002 में साहित्य अकादमी पुरस्कार और वर्ष 2004 में भारत सरकार द्वारा दिए जाने वाले पद्म भूषण से सम्मानित हुए. അപ്പോൾ 2002 അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി പുരസ്കാരവും അതുപോലെ തന്നെ 2004 ഭാരത് സർക്കാർ കൊടുക്കുന്ന പത്മഭൂഷൺ പ്രൈസും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്, പത്മഭൂഷണും കിട്ടിയിട്ടുണ്ട്. चौरस रात लघु कथा संग्रह, जानम कविता संग्रह, एक बूंद चांद कविता संग्रह, रावी पार കഥാ സംഗ്രഹ ആദി ഉൻകി പ്രസിദ്ധ രചനായി ഹെ. മേലെ പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് കൃതികൾ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.